ഞങ്ങളുടെ ബിജു ബ്രദറിനും ബെന്നി സിസ്റ്ററിനും ദൈവം ദാനമായി നൽകിയ കുഞ്ഞിനെ സമർപ്പിക്കുന്ന ശുശ്രൂഷകൾ ഞങ്ങളിവിടെ തുടങ്ങുമ്പോൾ, അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ആരംഭിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി ഉചിതമായി ദൈവം തമ്പുരാൻ അത് ചെയ്തു തരണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചട്ടെ. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരും അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, സ്തോത്രം. ഈ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച് ഈ കുഞ്ഞിനെ ദൈവമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അടിയങ്ങളെ ബലപ്പെടുത്തണമേ. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ, ബിജു ബ്രദർ, മിനി സിസ്റ്റർ, സഹോദരങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു. ദൈവസഭയെ ഓർക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ ബിജു ബ്രദറിൻ്റെ മിനി സിസ്റ്റർക്കും കർത്താവ് ദാനവും നൽകിയ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രധാനപ്പെട്ട ശുശ്രൂഷ നമ്മൾ ഈ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ തന്നെ ചെയ്തതിൻ്റെ പിന്നിലുള്ള കാരണം, സഭായോഗത്തിനാകുമ്പോൾ എല്ലാവരെയും ലഭിക്കും. നമുക്കതൊരു സന്തോഷമാണ്. അത് ദൈവസന്നിധിയിൽ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമായതുകൊണ്ടാണ്, എല്ലാവരും ഉള്ളതും പങ്കെടുക്കാൻ പറ്റുന്നതുമായൊരു യോഗമായതുകൊണ്ടാണ് നമ്മളങ്ങനെ ആ കാര്യങ്ങൾ ചെയ്തത്. ഇവിടെ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് സാമുദായിക സഭകൾ. ഇപ്പം ഞാനൊരു കത്തോലിക്ക സഭയിൽ നിന്നാണ് പെന്തിക്കോസ് അനുഭവത്തിലേക്ക് വന്നത്. എൻ്റെ വൈഫ് ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിൽ വന്നത്, യാക്കോബക്കാരായിരുന്നു. അതുപോലെ വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവിനെ ആരാധിക്കാൻ വന്ന പ്രിയപ്പെട്ടവരിവിടെയുണ്ട്. സാമുദായിക എപ്പിസ്കോപ്പൽ സഭകളിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് മാമോദീസ മുക്കുന്ന ഒരു ശുശ്രൂഷ. വേദപുസ്തകപ്രകാരം അത് എത്രമാത്രം ശരിയാണ് എന്ന് ഇതിനെക്കുറിച്ച് ഇതിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്നാൽ ആ ശുശ്രൂഷകൾക്ക് സാദൃശ്യമുള്ള, താദാത്മ്യമുള്ള ഒരു ശുശ്രൂഷയല്ല ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷ. മാമോദീസ പോലെയോ ആദ്യ കുർബാന പോലെയോ ഒന്നുമല്ല ഈ ശുശ്രൂഷ എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് ഈ കുടുംബത്തിന് ദൈവം ദാനമായി നൽകിയ ഒരു തലമുറ. ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടും കർത്താവ് ആ കുഞ്ഞിനെ കൊടുത്തു. അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് ഹന്ന ആലയത്തിൽ കൊണ്ടുവന്ന് തനിക്ക് വളരെ കാലത്തിന് ശേഷം കിട്ടിയ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ സന്നിധിയിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹന്ന 1 ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 1:2 വായിച്ചേ. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. 2:18 വായിച്ചോളൂ. 2:18. ശമൂവേൽ എന്ന ബാലനോ പഞ്ഞുനീൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും. 21-ാം വാക്യം. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. 26-ാം വാക്യം. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. മതി. ഇവിടെ ഒരു അസാധാരണമായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ, അതല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അവർ ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു എന്നൊരു വാക്യമുണ്ട് ഈ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ. ആ കുഞ്ഞിനെ, അതായത് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പക്കൽ നിന്ന് വാങ്ങിയ ആ കുഞ്ഞിനെ, ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് വ്യത്യാസം. അവർ ആ കുഞ്ഞിനെ കൊണ്ടുവന്നു, ഹന്നയും എൽക്കാനയും കൂടെ കൊണ്ടുവന്നു. ഈ കുഞ്ഞിനെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഈ ശുശ്രൂഷകൾ ദൈവമുമ്പാകെയുള്ളൊരു നന്ദി അർപ്പണം മാത്രമാണ്. സിംബോളിക്കലായ മറ്റൊരു ശുശ്രൂഷ തരത്തിലുള്ള ബന്ധങ്ങളും ഈ നിലയിലില്ല. ഇതൊരു ആദ്യ കുർബാനയുടെ ഭാഗമോ മാമോദീസയുടെ ഭാഗമോ അങ്ങനെ ഒന്നുമല്ല.
ഇത് ദൈവം ഭാഗ്യമുള്ളൊരു സമർപ്പണത്തിൻ്റെ ഭാഗമാണ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. പക്ഷേ ഇത് അനുകരണീയമായ ഒരു കാര്യമാണ്. ദൈവം നമുക്ക് തരുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും നാം ദൈവത്തോട് നന്ദി പറയണം. ഒരു കുഞ്ഞിനെ ദൈവം നമുക്ക് തരുമ്പോൾ ആ ഗർഭസ്ഥാവസ്ഥയിൽ കുഞ്ഞിനെ കരുതിയതിന് ദൈവത്തോട് നന്ദി പറയണം, ദൈവം വളർത്തിയത് നന്ദി പറയണം, പ്രാർത്ഥിച്ച സഭയ്ക്ക് നന്ദി പറയണം, ദൈവത്തോട് സർവോപരി നന്ദിയുള്ളവരായിരിക്കണം. അവർ ഓൾറെഡി ഇത് പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം മുമ്പാകെ കൊണ്ടുവന്ന ആ കുഞ്ഞിനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഈ കാര്യം. അല്ലാതെ ഇത് മറ്റ് സാമുദായിക സഭകൾ പിന്തുടരുന്ന കാർമ്മിക ശുശ്രൂഷകളെ പോലെ ഒരു സെർമോണിയൽ ഇമ്പോർട്ടൻസ് ഇതിനില്ല എന്ന് ആരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യന്മാർ, യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന സമയം ശിഷ്യന്മാർ പെട്ടെന്ന് പറയുകയാണ്, അവരെ കുഞ്ഞുങ്ങളോട് പറയാം, മാറി നിൽക്കെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നു? യേശുവിൻ്റെ അടുക്കൽ വന്ന കുഞ്ഞുങ്ങളെല്ലാം മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു പശ്ചാത്തലമുണ്ട്. ഈ ശിഷ്യന്മാർ ഈ കാര്യം ചെയ്തതിൻ്റെ പിന്നിലൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അന്നത്തെ കാലത്ത് കുടുംബ ജീവിതം എന്നൊക്കെ പറയുന്ന, ഭാര്യാഭർത്തൃ ബന്ധം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തെ അത്ര അങ്ങോട്ട് ഒരു സേക്രഡ് മൈൻഡോടുകൂടെ ഒരു വിശുദ്ധമായ തലത്തിൽ കാണുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു അന്നത്തെ കാലഘട്ടം. പോരായ്മകൾ ഒത്തിരിയുള്ള കാലഘട്ടം. കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്തിരുന്നൊരു കാലഘട്ടം. ചെറിയ പെൺകുട്ടികളെ മുതിർന്നവർ, വയോധികർ വിവാഹം കഴിച്ചിരുന്ന കാലഘട്ടം. കുഞ്ഞുങ്ങൾ, ന്യൂ ബോൺ ബേബീസിനെ, അതുപോലെ കുഞ്ഞുങ്ങൾ, പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു പുച്ഛം അവിടുത്തെ മതമേലധ്യക്ഷന്മാർക്കുണ്ടായിരുന്ന ഒരു കാലഘട്ടം. കുഞ്ഞുങ്ങളൊക്കെ ഒരു തടസ്സമാണ്, ശല്യമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം. ഇവരൊക്കെ യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണല്ലോ ശിഷ്യന്മാരൊക്കെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. അപ്പോൾ ആ പാരമ്പര്യം പിന്തുടരുന്ന യാഥാസ്ഥികരായ യഹൂദ കുടുംബങ്ങളിൽ ജനിച്ച കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അത് വളരെ കുറച്ചാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും യേശുവിനോടൊക്കെ കൊണ്ടുവരത്തില്ല അവർ. എന്നാൽ യേശുവിനോടൊക്കെ വന്ന കുഞ്ഞുങ്ങൾ ഏത് തരക്കാരാണെന്ന് അറിയാത്തത് കൊണ്ട്, പശ്ചാത്തലം ഇതായതുകൊണ്ട് ഒരു സേക്രഡ്നെസ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടം ഇപ്പം വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികളെ പിന്തുടരുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഈവൻ കേരളത്തിൽ പോലും വൈഫ് സ്വാപ്പിംഗ് കേരളത്തിൽ പോലും വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാത്തിനും മനുഷ്യൻ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നൊരു കാലഘട്ടം. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വിശുദ്ധിക്ക് ഒത്തിരി വാക്കുകളിൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകൾ ഈ കുഞ്ഞുങ്ങൾ, ഇവിടുത്തെ കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളായെന്ന് അറിയാത്തത് കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന ഈ കുഞ്ഞുങ്ങളെ ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ തടഞ്ഞു. 10-ാമത്തെ അധ്യായം തന്നെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ പശ്ചാത്തലം കുറച്ചും കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ പുരുഷ കുടുംബ ജീവിതത്തെക്കുറിച്ച് കർത്താവ് പ്രസംഗിക്കുന്നു. ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിക്കുന്നു. പിന്നെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ ദൈവം അവന് കൃത്യമായിട്ട് അതിന് മറുപടികൾ കൊടുക്കുന്നു. അപ്പം ഞാൻ പറയും, ഈ കുടുംബജീവിതത്തെക്കുറിച്ച് 10-1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഈ കാര്യങ്ങളെല്ലാം ദൈവം അവിടെ കൂടിയിരുന്ന ആളുകളുമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, യേശു ക്രിസ്തു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യേശുവിൻ്റെ അടുക്കലേക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം ഓടി വരുന്നത്. അപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര വിഷമവും ദേഷ്യവും വന്നു. ദേഷ്യവും വിഷമവും വന്നിട്ട് അവർ യേശുവിനെ അടുക്കലേക്ക് വന്ന കുഞ്ഞുങ്ങളെ തടയാൻ ശ്രമിച്ചു. ഈ തടയുന്ന സാഹചര്യങ്ങൾ കർത്താവ് കണ്ടപ്പോൾ വാക്യം 14 കർത്താവ് അവിടെ ചെയ്തത്, വാക്യം 14 എന്താ പറയുന്നത്? യേശു അത് കണ്ടാറെ മുഷിഞ്ഞവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ അവരെ എന്ത് ചെയ്യരുത്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇങ്ങോട്ട് കേൾക്ക്, എന്നെ കേൾക്ക്, കുഞ്ഞുങ്ങൾ കേൾക്ക്. നിങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ തടയരുത്. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് യേശു കർത്താവ് അവരോട് പറയുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ദൈവസന്നിധിയിൽ എപ്പോഴും ഒരു സ്വാഗതമുണ്ട്. കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വരുന്നത് വലിയ ഇഷ്ടമാണ് ദൈവത്തിന്. ചില സഭകളിലേക്ക് കൊണ്ട് കുഞ്ഞുങ്ങളെ സഭായത്തിന് ഇരുത്തത്തില്ല. അവർക്ക് ഇരിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട്. പ്രത്യേകിച്ച് ഇൻഫാൻ്റായിട്ട് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള കരയുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേക ഇരിക്കാൻ ഇരിപ്പിടമുണ്ട്. മീൻസ് അമ്മമാർ പോയിരുന്നോണം, അവരെ സഭായോഗത്തിൽ ഗ്ലാസ്സിലൂടെ കണ്ടോണം. പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല രാജ്യങ്ങളുടെ, ഞാനും വല്ലപ്പോഴും അങ്ങോട്ടൊക്കെ പോകുന്ന ആളാണ്. സ്തോത്രം. അപ്പം പലപ്പോഴും കുഞ്ഞുങ്ങളെ ആരാധനകളിൽ ഇൻവോൾവ് ചെയ്യിക്കാറില്ല. പക്ഷെ കർത്താവ് പറയുന്നു, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്ക് വരണം. ഇനി ആ മാതാപിതാക്കൾ
അവരെ പഠിക്കുമ്പോൾ, ഈ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വിട്ട മാതാപിതാക്കളെ പഠിക്കുമ്പോൾ, യേശുവിൻ്റെ അടുക്കിലേക്ക് ഞങ്ങളുടെ മക്കൾ പോകണമെന്നാണ് ആ മാതാപിതാക്കൾക്ക് ആഗ്രഹമുള്ളത്. അവരതിൽ ഭയങ്കര ഉത്സാഹമുള്ളവരായിരുന്നു. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും അവർ യേശുവിൻ്റെ അടുക്കൽ എത്തണം എന്ന് ആരാഗ്രഹിച്ചു? മാതാപിതാക്കളും ആഗ്രഹിച്ചു. അപ്പോഴിവിടെ ദൈവസഭയുടെയും ദൈവമക്കളുടെയും, വിശേഷിച്ച് ഇന്ന് ദൈവമുമ്പാകെ കുഞ്ഞിനെ സമർപ്പിക്കുന്ന മാതാപിതാക്കളുടെയും നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം നിങ്ങളുടെ കുഞ്ഞ് ദൈവസന്നിധിയിൽ വരിക എന്നുള്ളതായിരിക്കണം. അതിന് വലിയ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു കുഞ്ഞിൻ്റെ ഡെഡിക്കേഷന് പ്രസംഗിച്ച ചില ചിന്തകളുണ്ട്. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല. ഇതൊരു പുതിയ ചിന്തയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇപ്പം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോലും മ്യൂച്വൽ ഫണ്ട് ഇടുന്ന കാലഘട്ടമാണ്. അപ്പം ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോലും സമ്പാദ്യം, അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഡെപ്പോസിറ്റ് സൂക്ഷിക്കുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതെല്ലാം നിങ്ങൾ കൊടുക്കുമ്പോഴും യേശുവിനെ കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. പ്രിയ മിനി സിസ്റ്റർ ഗർഭസ്ഥാവസ്ഥയിൽ പ്രിയ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മിക്കപ്പോഴും ഈ സഭയിലെ ചെറിയ മീറ്റിങ്ങിന് പോലും വരുമായിരുന്നു. അതായത് വെള്ളിയാഴ്ചത്തേക്ക് നടക്കുന്ന ഉപവാസ പ്രാർത്ഥന കുറച്ച് പേരല്ലേ ഉള്ളൂ. ആ മീറ്റിങ്ങിനും വരും. അന്നിവിടെ ഇപ്പം നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, ഇത്രയും പേരില്ല. ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ വചനം പറഞ്ഞങ്ങ് പോവും. ഞങ്ങൾ പലപ്പോഴും പറയും, ഇത്രയും ബുദ്ധിമുട്ടി വരണോ? പക്ഷേ ആ സഹോദരി എന്തു ചെയ്യും? കഴിവുള്ളിടത്തോളം. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തലേന്നും ഇവിടെ നടന്ന ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിച്ചു. അപ്പോൾ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് ഈ മനോഭാവം അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, കല്യാണം, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വരണമെന്ന് മാതാപിതാക്കൾ അതിയായി ആഗ്രഹിച്ചോണം. അവരെ ദൈവത്തിൻ്റെ വചനപ്രകാരം വളർത്തുവാനായിട്ട് അവർക്ക്, മാതാപിതാക്കൾക്ക് കഴിയണം. എന്താണ് ഈ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് തടസ്സമായിട്ടുള്ള ചില കാര്യങ്ങൾ? 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. കുഞ്ഞുങ്ങളും കേൾക്കണം, മുതിർന്നവരും കേൾക്കണം. 2 കാര്യങ്ങൾ. ഒന്ന്, പലപ്പോഴും മാതാപിതാക്കളുടെ മാതൃകയില്ലായ്മയാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വരാത്തത്. അതിൽ ചില കാരണങ്ങളിൽ ഒരു പ്രധാന കാരണമാണ്. അത് കാരണം കൊണ്ട് മാത്രമല്ല, ചില കാരണങ്ങളിൽ ഒരു കാരണമാണ്. എന്താണ് പാസ്റ്ററെ മാതാപിതാക്കളുടെ മാതൃകയില്ലായ്മ എന്ന് പാസ്റ്റർ പറയുന്നത്? ഞാനതിന് വിശദീകരണം തരാം. പല വീട്ടിലെ അപ്പന്മാരും അമ്മമാരും കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു പ്രധാന കാര്യമാണ്, ഡു ആസ് ഐ സേ ബട്ട് ഡോണ്ട് ഡു ആസ് ഐ ഡു. പല പിതാക്കന്മാരും മാതാക്കളും പറയുന്ന കാര്യമാണ്, ഡു ആസ് ഐ സേ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തോണം. പക്ഷേ പിന്നെ പറയുന്നുണ്ട്, ബട്ട് ഡോണ്ട് ഡു ആസ് ഐ ഡു, പക്ഷെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തേക്കരുത്. മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കി തരാം. വീട്ടിലൊരു മദ്യപാനിയായ പിതാവാണെങ്കിൽ കുഞ്ഞിനോട് പറയുകയാണ്, എടാ നീ കള്ളൊന്നും കുടിക്കില്ലേ മോനെ. അപ്പം അവൻ പേടിച്ച് കള്ള് കുടിക്കുന്ന, ആഹാ അടി കിട്ടും നിനക്ക്. ഞാൻ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയൊക്കെ ഉണ്ടല്ലോ, അടിച്ച് ഇതിനെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പനോട് പറയാണ്, ഡു വാട്ട് ഐ സേ. അപ്പം പറയാണ്, ഡു വാട്ട് ഐ സേ, ഞാൻ നിന്നോട് പറഞ്ഞ് കേട്ടാൽ മതി, അനുസരിച്ചാൽ മതി. അപ്പം മോൻ ചോദിക്കുക, അപ്പം കുടിക്കുമല്ലോ, ബട്ട് ഡോണ്ട് ഡു ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്ന പോലെ നീ ചെയ്യണ്ട, ഇപ്പം ഞാൻ പറഞ്ഞ കേട്ടാൽ മതി എന്ന് കേട്ടിട്ടില്ലേ? ഇത് കേൾക്കുന്ന കുഞ്ഞിനെ എങ്ങനെ ഇത് ഫോളോ ചെയ്യാൻ പറ്റും? ആ കുഞ്ഞിനെ എങ്ങനെ ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റും? ഒരിക്കലും ആ കുഞ്ഞിനത് പറ്റത്തില്ല. അപ്പം അവിടെ വേണ്ടത് മാതൃകയുള്ള ഒരു ആത്മീയത മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പം ഒരാളുടെ കാര്യം ഓർമ്മ വരുന്നുണ്ട്, ശലോമോൻ രാജാവിൻ്റെ കാര്യം ഓർമ്മ വരുന്നു. ഇതൊരു ഉണർവ് പ്രസംഗമല്ല എന്ന് കരുതി ആരും ഉറങ്ങരുത്, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഒന്നെടുത്ത് വായിക്കണം. രെഹബെയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേലും ശേഖേമിൽ വന്നിരുന്നത് കൊണ്ട് അവനും ശേഖേമിൽ ചരിത്രം പറയാം, ഞാൻ ചരിത്രം പറയാം, വായിക്കേണ്ടി വരും, പറയാം 1-2 വാക്യം ഞാൻ പറയാം. ചരിത്രം ഇതാണ്, ശലോമോൻ മരിച്ചു. ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവായിരുന്നു. അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ, ശലോമോൻ്റെ മകനായ രെഹബെയാം ഇസ്രായേലിൻ്റെ രാജാവായി വന്നു. രാജാവായി വന്നപ്പോൾ ശലോമോൻ ഭയങ്കര ഉപദേശം പറയുന്ന ഒരാളായിരുന്നു. സദൃശവാക്യങ്ങളൊക്കെ പറയാൻ പുള്ളിയെ പോലെ പിടിക്കാറുണ്ട്. ഭയങ്കര ഉപദേശം പറയുകയും
ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നൊരു മനുഷ്യൻ. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടതിന് പകരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അച്ചടക്കമില്ലായ്മയെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ പരസ്യമായിട്ട് പറയുന്നില്ല. 1000-ഓളം ഭാര്യമാരുമായി ജീവിച്ച്, 750 വെപ്പാട്ടിമാരും 250 ഭാര്യമാരുമായി ജീവിച്ച്, അന്യദേശത്തുള്ള വിഗ്രഹങ്ങളെ സേവിക്കാൻ രാജ്യത്തിന് അനുവാദം കൊടുത്ത്, അന്യാരാധന, ബിംബാരാധന രാജ്യത്ത് കൊണ്ടുവരാൻ അനുവദിച്ച്, ദാവീദൊക്കെ പ്രാർത്ഥിച്ച് പെട്ടകം കൊണ്ടുവന്ന് ആരാധന യഥാസ്ഥാനമാക്കിയ ആ ദേശത്ത് ശലോമോൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയമൊക്കെ ആയപ്പോഴേക്കും അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ച്, അന്യജാതിക്കാരിത്തികളെ വിവാഹം കഴിച്ച്, ജീവിതത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പ്രിൻസിപ്പിൾസും എല്ലാം കളഞ്ഞു കുളിച്ച് അവസാനം മരിച്ചാൽ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുമോ ആർക്കറിയാം? സദൃശവാക്യം പറഞ്ഞ മനുഷ്യൻ അങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്നത് കണ്ടുകൊണ്ടാണ് രഹബയാം ഇരിക്കുന്നത്. രഹബയാം രാജാവായപ്പോൾ മൂപ്പന്മാരൊക്കെ വന്നു പറഞ്ഞു, അതെ, നിന്റെ പിതാവ് ഞങ്ങൾക്ക് അധികം ചുങ്കം വരുത്തിയിട്ടുണ്ട്, അതായത് ടാക്സ് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യണം, ഞങ്ങളെ ഇച്ചിരിയെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ ഈ ടാക്സ് ഒന്ന് കുറച്ച് തരണം. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ടാക്സ് കുറയ്ക്കണം. അപ്പോൾ 2 കൂട്ടരോട് രഹബയാം രാജാവ് ആലോചന ചോദിച്ചു. ഒന്ന്, രാജ്യത്തിലെ മുതിർന്ന ആളുകൾ. ഞാൻ ഈ പറയുന്ന ഭാഗമെല്ലാം 12-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുണ്ട്. അപ്പോൾ രഹബയാം രാജാവ് ഇവരെല്ലാവരെയും വിളിച്ചു കൂട്ടി. ആദ്യം മൂപ്പന്മാരെ, പ്രായമുള്ളവരെ, എൽഡേഴ്സിനെ വിളിച്ചു. എൽഡേഴ്സിനെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൽഡേഴ്സ് പറഞ്ഞു, അപ്പുറത്തെ രാജാക്കന്മാരെല്ലാം കൂടെ ഒക്കെ വന്ന്, അപ്പുറത്തെ രാജ്യക്കാരെല്ലാം കൂടെ ഒക്കെ വന്നേ, ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ടാക്സ് കൂട്ടിയെന്ന് പറഞ്ഞ് നിന്നോട് വന്ന് ഇത് പറയുമ്പോൾ നീ എന്ത് ചെയ്യണം? അവർക്ക് ടാക്സ് കുറച്ച് കൊടുക്കണം. അപ്പൻ ചെയ്തതാണ്, പക്ഷെ നീ എന്ത് ചെയ്യണം? വെച്ചിരുന്ന് കുറച്ച് കൊടുക്കണം. അങ്ങനെ ടാക്സ് നീ കുറച്ച് കൊടുക്കുമ്പോൾ ആ ജനം നിനക്ക് അടിമയായിരിക്കും. സ്നേഹം കൊണ്ട്, സൗഹൃദം കൊണ്ട്. അങ്ങനെ ഒരു ഉപദേശം മുതിർന്നവർ കൊടുത്തു. എന്നാൽ ഒരു ന്യൂജൻ ഗ്രൂപ്പും ഉണ്ടായിരുന്നു അവിടെ. ചെറുപ്പക്കാർ മാത്രമുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. നേരത്തെ ഞാൻ ഈ കമ്മലും മാലയൊക്കെ പറഞ്ഞപ്പം ഈ ചർച്ചിൽ അതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ ആരുടെയും ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താറില്ല. ഞാൻ ഉദ്ദേശിച്ചത് കോണ്ടെക്സ്റ്റ് ഇതാണ്. ആഭരണമൊക്കെ ഇട്ടുകൊണ്ട് വന്ന ആളുകളെക്കാളൊക്കെ ഉപരി ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഗ്രേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ ആഭരണം ഇട്ടുകൊണ്ട് വന്ന ആരെയും മുറിവേൽപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങളാരും അങ്ങനെ മുറിവേൽക്കുന്നവരല്ലെന്ന് എനിക്കറിയാം. എനിക്ക് ആ വിഷയത്തിൽ എൻ്റേതായ നിലപാടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഒന്ന് ഞാൻ ക്ലാരിറ്റി വരുത്തി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അപ്പൻ ഇങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ രാജാവ് ഒന്ന് ഈ ചുങ്കം ഇളവ് ചെയ്ത് കൊടുത്താൽ വലിയ സന്തോഷം ഉണ്ടാകുകയും മറ്റു രാജാക്കന്മാർ ഇവർക്ക് അടിമയായിരിക്കുമെന്ന് പറഞ്ഞ് ഉപദേശിച്ച് മുതിർന്നവർ. ന്യൂജൻകാരെല്ലാവരും കൂടെ വന്ന് പറഞ്ഞു, ആഹാ അങ്ങനെ ചെയ്യരുത്. ചോരത്തിളപ്പുള്ള കുറേ പേര് വന്ന് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചും കൂടെ കൂട്ടാം, കുറച്ചും കൂടെ ടാക്സ് കൂട്ടാം. അങ്ങനെ കേട്ടപ്പോൾ നേരത്തെ ദൈവസന്നിധി വിട്ടുപോയ ശലോമോനോട് അവിടുത്തെ മൂപ്പന്മാരും അവിടുത്തെ സീനിയേഴ്സും എൽഡേഴ്സും പ്രവാചകന്മാരും വന്ന് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുകയാണ്, നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതിരുന്ന കാര്യം ആര് കണ്ടു? കേൾക്കാതിരുന്ന വസ്തുതകളൊക്കെ ആര് കണ്ടു? മക്കളും കണ്ടു. രഹബയാം രാജാവായപ്പോൾ ചെയ്തത് അപ്പൻ ചെയ്തതിനേക്കാളും വളരെ അധികം മോശമായ കാര്യങ്ങൾ രഹബയാം ചെയ്തു. മറ്റുള്ളവർക്ക് അധികം ചുങ്കം വരുത്തി, ദോഷം ചെയ്തു. അവസാനം രാജ്യം 2ആയി ഛിന്നിക്കേണ്ടി വന്നു. ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വളരെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദ നേച്ചർ ഓഫ് അവർ ചിൽഡ്രൻ ആർ ഇമിറ്റേറ്റീവ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്, അവർ ലിസൺ ചെയ്യുന്നവരാണ്. ഇവരൊക്കെ ഇങ്ങനെ വാഴയ്ക്കൊതു കൊടുത്തിരിക്കുന്ന പോലെയും ഇവരിങ്ങനെ ഇങ്ങനെയൊക്കെ ഭിത്തിക്ക് ഭാരമായിരിക്കുന്ന പോലെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെയൊക്കെ ഇരുന്നാലും ഇവിടെ നടക്കുന്ന ഫുൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക അവരെല്ലാം എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക അവരെല്ലാം. ഇവർ ചിലർ വീട്ടിൽ ചെല്ലുമ്പോൾ പാസ്റ്റർ ആകാറുണ്ട്. ചിലർ വീട്ടിൽ ചെല്ലുമ്പോൾ സഭായോഗം നടത്താറുണ്ട്. ഇതൊക്കെ പാസ്റ്ററുകൾ എങ്ങനെ അറിഞ്ഞെന്നാണ് ചോദിക്കുന്നത്. ചിലർ വീട്ടിൽ ചെല്ലുമ്പോൾ ഷാളൊക്കെ ഇട്ട് ഭയങ്കരമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതിനകത്ത്
സോഫി ആൻറ്റി ഇമിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട് ഇവിടെ. സോഫി ആൻറ്റി തലേ ഷാളിടുന്ന പോലെ ചിലപ്പോൾ അവളുടെ മുഖം എനിക്കും കാണാൻ പറ്റത്തില്ല. ഞാനെന്താ ചെന്ന് ഷാളിച്ച് പുറകോട്ട് മാറ്റി മുഖം കാണട്ടെന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെ അത് കണ്ടിലിരിക്കുന്നത് പലതും ഇപ്പോഴച്ചിരി മാറ്റുന്ന ഓരോരുത്തർ കണ്ടോട്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ദേ ആർ ഇമിറ്റേറ്റീവ്. അവർ എപ്പോഴും നമ്മളെ കോപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിനിസിസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? മിനിസിസ്റ്റർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കണേ, ഓക്കെ. ലൈവിലുണ്ട് മെസ്സേജ്, കേട്ടോണം. പിന്നെ അപ്പം അവരുടെ പാസ്റ്ററെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ചർച്ചിലെ എൽഡേഴ്സിനെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ സിബ്ലിങ്സിനെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ പേരൻസിനെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കുഞ്ഞുങ്ങളുടെ കണ്ണും കാതും എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CCTVയേക്കാളും ഭയങ്കര ക്യാപ്ചറിങ് കപ്പാസിറ്റിയാണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. നിങ്ങൾ വിചാരിക്കും അവൻ കൊച്ചല്ലേ ഒന്നും അറിയുന്നത്, കുറച്ച് കഴിയട്ടെ. സ്തോത്രം. ഇതൊരു അൺപ്ലസൻറ്റ് ട്രൂത്തൊന്നുമല്ല ഞാനീ പറയുന്നത്, സന്തോഷമുള്ള കാര്യം തന്നെ ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് കെയർഫുൾ ആകാൻ വേണ്ടി പറയുകയാണ്. എപ്പോഴും ഓർക്കുക, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്താൻ പറ്റിയ, കുഞ്ഞുങ്ങൾ അത് പഠിക്കാൻ പറ്റിയ ഒരിടം നിങ്ങളുടെ വീടാണ്. നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന, നിങ്ങളുടെ വീട്ടിലെ സഭായോഗം. ഞാൻ പറഞ്ഞ പവർ വിഷയിലെ സഭായോഗത്തിൻ്റെ കാര്യമല്ല. വീട്ടിലെ സഭായോഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും ഒരു സഭായോഗം കൂടണം. തിരക്കുകളുടെ നടുവിലും ബദ്ധപ്പാടുകളുടെ നടുവിലും നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണണം. നിങ്ങളുടെ അമ്മ നിങ്ങൾ കണ്ണുനീരോടെ, സഹോദരി നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്, കരയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണണം. അപ്പോൾ ഒരു പ്രയാസം, വിഷമം വരുമ്പോൾ അമ്മ ഓടിപ്പോയിരുന്ന് കരഞ്ഞ പോലെ, സ്തോത്രം, ആ കുഞ്ഞുങ്ങളും പോയിരുന്ന് കരയാൻ അവരെ പരിശീലിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞേ. പണ്ട് നമ്മൾ ഈ സ്ഥലം വാങ്ങി, 2000-ലാണ് ഈ സ്ഥലം വാങ്ങുന്നത്. അപ്പം 2000 ജനുവരി 1-ാം തീയതിയാണ്, ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നത്. ഈ 15 സെൻറ്റ് സ്ഥലത്തിന് 6,000 രൂപ വില പറഞ്ഞ്. 2000 ജൂലൈ മാസത്തിലാണ് ജൂൺ മാസത്തിലാണ്, ജൂൺ 30-നാണ് ഇത് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ 50 സെൻറ്റിന് ഒരുമിച്ചാണ് എഗ്രിമെൻ്റ് ചെയ്തത്. നമ്മൾ 15 സെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പൈസയും വേണം, ബാക്കി 35 സെൻറ്റിന് എന്ത് ചെയ്യണം, ആളും ഉണ്ടാകണം. ഇതായിരുന്നു ഡിമാൻഡ്. അവർ 15 സെൻറ്റ് തരത്തില്ല. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. എനിക്കന്ന് 23 വയസ്സ്, 25 വയസ്സാണ്. എന്തോ ആവേശമായിരുന്നു എനിക്കറിയത്തില്ല. ഞാനങ്ങ് ആകെ വിഷമിച്ചു. അവസാനം എഗ്രിമെൻ്റ് എഴുതി, 5,000 രൂപ കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതി. എന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു, ഈ 35 സെൻറ്റ് വേണോ, നല്ല സ്ഥലമാണ്, അവർക്ക് ഈ സ്ഥലം വേണം വാങ്ങാൻ വരുന്നവരൊക്കെ. ഞാൻ പറയും, ഈ സ്ഥലം ചർച്ച വെക്കാൻ വേണ്ടി നമ്മൾ വേർതിരിച്ചിട്ടിരിക്കുക. അങ്ങനെ പലരും പോയി. അങ്ങനെ ക്യാമ്പസ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന മാത്യൂസ് എന്ന് പറയുന്ന ബ്രദറാണ് ഈ 26 സെൻറ്റും പിന്നെ 8 സെൻറ്റ് നമ്മുടെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന അനിൽ ബ്രദർ എന്ന് പറയുന്ന സഹോദരനും വാങ്ങി, സാംസൻ്റെ ജ്യേഷ്ഠൻ. ഈ 15 സെൻറ്റിന് ആളും വേണം, നല്ല പൈസയും വേണം. ഞാൻ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ തൊട്ട് മേളിലല്ലേ താമസിക്കുന്നത്, വാടക, ഈ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ജോയൽ മോനാണ് ഉള്ളത്. അപ്പം ജോയൽ 98-ൽ, ഞാൻ 3-4 വയസ്സായി അവന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങി വരുന്നത്. കുഞ്ഞിനെയും കൂട്ടി ഇറങ്ങി വരുമ്പോൾ പിന്നെ അവനെ ഈ വഴിയുടെ അവിടെ വരുമ്പോൾ, റോഡിൻ്റെ അവിടെ വരുമ്പോൾ എൻ്റെ കൈയും വിടുവിച്ചിട്ട് ഒറ്റ ഓട്ടത്തിന് അവൻ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് തറയിലോട്ട് വന്ന് കൈവച്ച് ഇങ്ങനെ ഇരുന്ന് സ്വോത്രം പറയും. ഞാൻ നമ്മുടെ ജോലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഞാനിത് എന്നും ചെയ്യും. കാരണം അഗ്രിമെൻ്റ് ചെയ്തു, 35 സെൻറ്റ് ആളും വേണം, 15 സെൻറ്റിന് പൈസയും വേണം. 1 സെൻറ്റിന് 6,000 രൂപ, 90,000 രൂപ വസ്തുവിലയും വേണം, എഴുത്തുകൂലി ഉൾപ്പെടെ 1,01,000 രൂപയായി എന്ന്. അത്രയും പൈസ വേണം. ആരും കൂടെ ഇല്ല. ആപ്പാടെ നമ്മുടെ ജേക്കബ് ചായനും അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ, ഗ്രസമാമ അങ്ങനെ കുറച്ച് പേര്. ആകെ വിഷമിച്ചിരിക്കുമ്പം എന്നും ചെയ്യുന്നത് വന്ന് ഈ സ്ഥലത്ത് വന്നിരുന്ന് കൈവച്ച്, കർത്താവേ ഇത് ഞങ്ങൾക്ക് തരണമേ പ്രാർത്ഥിക്കുക. ഇവനിത് കണ്ടുകൊണ്ടിരിക്കുക. ഞാനിങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ അവിടെ നിന്ന് എൻ്റെ കൈ വിടിവെച്ചിട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് തറയിലോട്ട് അങ്ങോട്ടിരുന്ന് സ്വോത്രം. അപ്പം അവനറിയാം എന്തോ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന്. എന്നവൻ 27 വയസ്സായി, കല്യാണമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസവും അവന് ഒരു ചെറിയൊരു പ്രയാസം നേരിട്ടപ്പോൾ രാത്രി ഒരു 12-1 മണിയായി, 1:30-2 മണിയായി. പെട്ടെന്ന് സോപ്പ് ചാടി എഴുന്നേറ്റിട്ട് അവനെ വിളിച്ചു, മോനെ എന്തുവാടാ? അയ്യോ മമ്മി എന്തപ്പോൾ എന്നെ വിളിച്ചേ? അല്ല നിനക്ക് എന്താ പറ്റിയേ? എന്തുകൊണ്ട് നീ ഡ്യൂട്ടി ചെയ്യില്ലേ? ഞാൻ ഡ്യൂട്ടിയില്ല മമ്മി, ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. എന്താ മമ്മി വിളിച്ച കാര്യം പറ. അല്ല എനിക്ക് നിന്നെ ഒന്ന് വിളിക്കണം തോന്നി. മമ്മി ഞാൻ ഇവിടെ നിന്ന് മറിഞ്ഞു വീഴാൻ പോയി, എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് വിളിക്കി.
രാത്രി ഇവിടെ ഒരു 1:30-2 മണിയായപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ തുടങ്ങുന്നു. കണക്റ്റഡ് ആകട്ടെ. അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, എങ്ങനെ സംഭവിച്ചു പപ്പ, ഈ മമ്മിക്ക് എന്ത് പറ്റി, ഇപ്പം എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു, അങ്ങനെടാ, ഞങ്ങളുടെ ഹൃദയം നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മൾ ആത്മീയമായി നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തെങ്കിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തെ അവർ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം അവർ നോക്കുന്നുണ്ട്, നമ്മൾ പറയുന്നതെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് പല മാതാപിതാക്കളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ ബഹുമാനവും ആദരവുമുണ്ട്. ഞാനൊരിക്കൽ നമ്മുടെ ശാന്തി ആൻറ്റിയുടെ ബർത്ത്ഡേക്ക് വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ, അന്ന് പോകാൻ പറ്റിയില്ല, പിറ്റേന്ന് ചെന്നപ്പോൾ ദിവ്യബ്രദറിൻ്റെ ഒരു വോയിസ് മെസ്സേജ് എന്നെ ശാന്തി ആൻറ്റി കേൾപ്പിച്ചു. ഞാൻ പറയാം കേട്ടോ, കുഴപ്പമില്ലല്ലോ. സ്തോത്രം. എന്നെ കേൾപ്പിച്ച ആ മെസ്സേജ് ഇങ്ങനെയാണ്. ദിവ്യബ്രദർ മമ്മിക്ക് അയച്ചു കൊടുത്ത മെസ്സേജാണ്. മമ്മി എന്ന് പറഞ്ഞിട്ട് കരയാണ്. നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി വെല്ലുവിളി വന്നപ്പോൾ, ഒത്തിരി സങ്കടം വന്നപ്പം മമ്മി എന്ത് ശാന്തമായിട്ടാണ് നിന്നേ. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു മമ്മിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ. അതൊന്നും എൻ്റെ ചിന്തയ്ക്കനുസരിച്ച് അങ്ങോട്ട് ആപ്റ്റാകുന്നില്ല. എന്നാൽ ഞാനൊരു വോയിസ് മെസ്സേജ് ഇടാമെന്ന് വിചാരിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് വന്ന വാചകങ്ങൾ. നമ്മുടെ സഭയിലെ സഹോദരൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കേട്ട് ഞാനും എൻ്റെയും കണ്ണു നിറഞ്ഞു പോയി. അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ജീവിതത്തിൽ, കുടുംബത്തിൽ ഇങ്ങനെ ആടി ഉലയുന്ന ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താണ് എൻ്റെ അപ്പൻ ചെയ്യുന്നത്, എന്താണ് എൻ്റെ അമ്മ ചെയ്യുന്നത്, അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അവർ നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് മറന്നു പോകരുത്. സ്തോത്രം. ക്രിസ്തീയ സാക്ഷ്യം ഭവനത്തിൽ നിലനിർത്തണം. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും സമ്പത്തിനേക്കാളും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കാം. ഒരു ആമേൻ പറഞ്ഞേ. ദൈവത്തെ കൊടുക്കാം. നിങ്ങൾക്കറിയാമോ, എന്നെ ഈ അടുത്ത സമയത്ത് ഒരു വലിയ സമ്പന്നനായ മനുഷ്യൻ, കർത്താവിന് കുറച്ച് അങ്ങനെയുള്ള കുറേ ആളുകളെ പരിചയമുണ്ട് എനിക്ക്. അവർ പലരും പ്രാർത്ഥിക്കാൻ എന്നെ വിളിക്കാറുമുണ്ട്. എന്തിനാന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഒരു വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ, വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പം അക്കൗണ്ടിൽ കാശ് കയറുന്ന ആളുകൾ. കാരണം അത്രയ്ക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കുക. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കുക വരുമാനം, ബാങ്കിൽ പൈസ വന്നുകൊണ്ടിരിക്കുക. കാരണം അതുപോലെ ഇൻവെസ്റ്റ്മെൻ്റാണ്. ഒന്നും ചെയ്യണ്ട, ഉറങ്ങിയാൽ മതി. ഉറങ്ങുമ്പോഴും കാശാണ്. എത്ര പേരാ ഉറങ്ങുന്നേ, എത്ര പേർക്കാ സങ്കടം, എത്ര പേർക്കാ ദുഃഖം. ഇത് ഉറങ്ങുമ്പോഴും കാശാ. നമ്മളാരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുമ്പോൾ പോലും കാശുള്ള ആ പുള്ളി എന്നെ വിളിച്ചു പറയാം, സൈമൺ പാസ്റ്ററെ, പാസ്റ്റർ സന്തോഷമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ സന്തോഷമായിരിക്കും. സമാധാനമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സമാധാനമായിരിക്കും. എനിക്കതാ പാസ്റ്റർ ഇല്ലാത്ത. ഇഷ്ടംപോലെ പൈസ ഉള്ളയാളാ, പക്ഷേ സമാധാനമില്ല. പൈസ ഉറങ്ങുമ്പോഴും അക്കൗണ്ടിൽ കയറിക്കൊണ്ടിരിക്കുക, സമാധാനമില്ല. ഈ പണവും പദവികളും സാഹചര്യങ്ങളും അവസ്ഥകളും പൊസിഷനും ഇതെല്ലാം നമുക്ക് ദൈവം തരുമ്പോഴും നാം എല്ലാവരും ഇതിൻ്റെ പുറകെ പോകുമ്പോഴും ഓർക്കുക, നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ നിർത്താൻ പോകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വചനം നൽകണം. 2 തിമോഥെയോസ് 3:14-15 വാക്യം. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും. തിമോഥെയോസിനോട് പൗലോസ് പറയാം, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എങ്ങനെയാ പഠിച്ചേ തിമോഥെയോസ്? ഇത് നിന്റെ വിശ്വാസം നിന്റെ അമ്മ ലോവീസിലും യുനീക്കയിലും നിന്റെ വല്യമ്മ ലോവീസിലുമുണ്ട്. അപ്പോൾ ആ വല്യമ്മ ദൈവവചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത് ആര് കണ്ട്? അമ്മ കണ്ടു. അമ്മ ദൈവസന്നിധിയിൽ കരയുന്നത്, പ്രാർത്ഥിക്കുന്നത്, നിലവിളിക്കുന്നത് ആര് കണ്ടു? തിമോഥെയോസ് കണ്ടു. എന്നിട്ട് തിമോഥെയോസ് പൗലോസ് പറയാ, നീ ഇന്നവരോട് പഠിച്ചു. അമ്മച്ചിയിൽ നിന്നും വല്യമ്മച്ചിയിൽ നിന്നും നീ പഠിച്ചത്, ആ പഠിച്ചതിലും വിശ്വസിച്ചതിലും പ്രാർത്ഥിച്ചതിലും നീ ഉറച്ചു നിൽക്ക്. ഭീകരന്മാരെ പോലെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വല്യമ്മച്ചിമാരിക്കരുത്. അപ്പൻ ഭയങ്കര ഗൗരവത്തോടെ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുമ്പോഴും വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ ചേർത്ത് പിടിക്കണം. അവരെ ഭയങ്കര ട്രസ്റ്റ് അവർക്കുണ്ടാകണം. എന്നിട്ട് പറയണം, ആത്മീയ മൂല്യങ്ങളിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ വേഗത്തിൽ സ്തോത്രം എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ബാല്യം മുതലേ നീ പഠിച്ചതിൽ ഉറച്ചു നിൽക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ഫ്രം ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വേർഷൻ. ഇനിയൊന്ന് NIV ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇൻഫാൻസി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്.
ഇൻഫാൻസി എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് അല്ല, അതിനു മുമ്പുള്ള ഒരു കാലഘട്ടം. അതായത് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ, ഈ ബിജു ബ്രദറിൻ്റെയും പിന്നെ മിനി സിസ്റ്റർക്കും ദൈവം ദാനം നൽകിയ ഈ കുഞ്ഞിൻ്റെ ഈ സമയം മുതൽ ശബ്ദങ്ങളുടെ, പാട്ടുകളുടെ, ആരാധനകളുടെ ശബ്ദങ്ങൾ ഈ കുഞ്ഞ് കേൾക്കും. അപ്പം ബാല്യം മുതൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു വേർഷം ഇങ്ങനെ പറഞ്ഞു ഇൻഫാൻസി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ അവരിലേക്ക് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഇൻജക്റ്റ് ചെയ്യാൻ കഴിയണം. ഇൻഫാൻസി, പറക്കമുറ്റാത്ത ശൈശവദശയ്ക്ക് മുമ്പുള്ളത്, സ്തോത്രം, ഈയിടെ ജന്മം കൊണ്ട് എന്നൊക്കെ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സമൂഹത്തിന് വേണം. ഇവിടെയാണ് മർക്കോസ് 10:14 സ്ഥലം. ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം കൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ യേശുവിന് ഇതെല്ലാം അറിയാം. കർത്താവ് പറഞ്ഞു അവരെ എൻ്റെ അടുക്കിലേക്ക് വിട്. യേശു മുഷിഞ്ഞു എന്നൊരു വാക്ക് പറയുന്നുണ്ട് അല്ലേ? ഇത് കണ്ടപ്പം യേശു മുഷിഞ്ഞു. ഇന്ന് പലരെയും കണ്ട് കർത്താവ് മുഷിയുന്നുണ്ട്. പിള്ളേരെ പള്ളിക്കൂടത്തിൽ പ്രാർത്ഥനയ്ക്ക് വിടത്തില്ല, അതിനെ കാണുമ്പോൾ ദൈവം മുഷിയുന്നുണ്ട്. പിള്ളേരെ ട്യൂഷന് വിടും, പള്ളി വിടത്തില്ല, ദൈവം കണ്ട് മുഷിയുന്നുണ്ട്. പിള്ളേരെ ഞായറാഴ്ച ആരാധന മുടക്കി ട്യൂഷന് വിടും, ദൈവം കണ്ട് മുഷിയുന്നുണ്ട്. ആരാധന പ്രാർത്ഥനയ്ക്ക് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ദൈവം കണ്ട് മുഷിയുന്നുണ്ട്. യേശു ഇന്നും മുഷിയുന്നുണ്ട് പലരെയും കണ്ടിട്ട്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രിവിലേജ് ഉണ്ട് ദൈവസന്നിധിയിൽ. കാരണം അതങ്ങനെയാണ്. ഒരിക്കൽ ഡി എൽ മൂഡിയുടെ ഭയങ്കര പ്രസംഗം കേട്ടോ. ഡി എൽ മൂഡി അറിയാമല്ലോ, ലോകപ്രസിദ്ധനായ സുവിശേഷകൻ. കർത്താവിൻ്റെ ദാസൻ്റെ ഭയങ്കര ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് ഭയങ്കര റിവൈവൽ മീറ്റിംഗ്, കരിസ്മാറ്റിക് മീറ്റിംഗ്, ഭയങ്കര റിവൈവൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലൊരു ബന്ധുവും കൂടെ ചോദിച്ചു, ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. എത്ര പേര് വിശ്വാസത്തിൽ വന്നു? അദ്ദേഹം പറഞ്ഞു 2.5 പേര് വിശ്വാസത്തിൽ വന്നു. എത്ര പേരാ ഒന്ന് പറ? 2.5 പേര് വിശ്വാസത്തിൽ വന്നു. അപ്പോൾ ഭാര്യയും ബന്ധുവും വിചാരിച്ചു 2 മുതിർന്ന ആളും ഒരു കുഞ്ഞുമാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണോ? അപ്പോൾ ഡി എൽ മൂഡി പറഞ്ഞു, അല്ലല്ല, 2 കുഞ്ഞുങ്ങളും ഒരു മുതിർന്ന ആളും. അയ്യോ, നിങ്ങൾക്കൊക്കെ അരേ ഉള്ളൂ, നമുക്കൊക്കെ അരേ ഉള്ളെന്ന്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടാൽ, ഇവർ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടാൽ, ഇവർ ദൈവത്തിന് വേണ്ടി നിന്നാൽ, ഇവരുടെ മുഴുവൻ ആയുസ്സും, നമ്മളൊക്കെ ഏകദേശം പകുതി മുക്കാലും കഴിഞ്ഞിരിക്കുമല്ലേ. ചിലരൊക്കെ എന്നോട് പറഞ്ഞു, എപ്പോഴാ വിളി വരുന്നത് നോക്കിയിരിക്കുക പാസ്റ്റർ, അങ്ങ് പോകാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളവരെയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് വിളിക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അപ്പോൾ എപ്പോഴാണ് വിളി കേൾക്കാൻ ഇരിക്കുന്നവർ പറയണത്, ഞാൻ ഇന്ന് തന്നെ പ്രാർത്ഥിച്ചേക്കാം, നാളെ മറ്റന്നാൾ വിളി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്നേഹത്തോട് പറയും, പാസ്റ്റർ ഒന്ന് മാറ്റി പ്രാർത്ഥിച്ചേക്കാം, ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാന്ന് പറയും. അപ്പം അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മുഴുവൻ ആയുസ്സും ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ദൈവസേന വന്നാൽ നമ്മുടെ ചർച്ചിൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ ഫ്യൂച്ചർ എന്ന് ഈ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്തുമാത്രം പ്രാധാന്യം ദൈവത്തിൻ്റെ സഭയ്ക്ക്, ദൈവത്തിൻ്റെ സഭ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ കഴിയട്ടെ നമുക്ക്. ഒരിക്കലൊരു കല്യാണത്തിന് യേശു എല്ലാവരെയും വിളിക്കാനായിട്ട് പറഞ്ഞൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരൊക്കെ അവിടെ ചെന്ന് ഈ കല്യാണത്തിനുള്ള ആളുകളെ നിർബന്ധിച്ച് വിളിച്ചെന്നാണ് പറഞ്ഞല്ലേ, നിർബന്ധിച്ച് വിളിച്ചു. വേണമെങ്കിൽ ലൂക്കോസ് 14:23 എടുത്തു വെച്ചോ, വേണമെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തോ. ലൂക്കോസ് 14:23 അവർ മുതിർന്നവരെ പള്ളിയിലോട്ട് കൊണ്ടുവരാൻ, കല്യാണത്തിന് കൊണ്ടുവരാൻ നിർബന്ധിച്ചു എന്ന് പറയുന്നു അല്ലേ. അകത്ത് വരുവാൻ നിർബന്ധിക്കുക. അപ്പം നിങ്ങളെപ്പോലെ ഒരാളെയൊക്കെ പള്ളിയിൽ കൊണ്ടുവരാൻ നിർബന്ധിച്ചേ പറ്റി. ഇവരോടൊന്നും അത് പറയേണ്ട കാര്യമില്ല. അവരൊക്കെ ഇഞ്ഞ് പോരും, പടാന്നിഞ്ഞ് പോരും. മുതിർന്നവരെ നിർബന്ധിക്കണം. അച്ഛാ വരണേ, അച്ഛാ, മാമേ വരണേ, മാമേ വരണേ, അമ്മാമേ സ്തോത്രം, അച്ഛാ വരണേ, അച്ഛാ സ്തോത്രം. കൊച്ചുങ്ങളോട് പറയണ, നീ വരത്തില്ല, പിന്നെ പാസങ്ങളെ എപ്പോൾ അവിടെ വന്ന് ചോദിച്ചാൽ പോരെ. അമ്മമാർ ചാടി വന്നു. ഇന്നലെയൊക്കെ ഇവിടെ ശനിയാഴ്ച രാവിലെ ഇതൊക്കെ റൺ ചെയ്യുന്നതിന് പകരം ശനിയാഴ്ച രാത്രി ഇവിടെ ഭയങ്കര കസരത്ത് നടന്നെങ്കിലും കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അവരെല്ലാം വന്നെല്ലാം ചെയ്യാറുണ്ട്. ചെസ്സ് പറയത്തേ ഉള്ളൂ. പിന്നെ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പിടിക്കാതിരിക്കും, അത് പിന്നീട് പറയാം, ഞാൻ ഇപ്പം പറയുന്നില്ല. സ്തോത്രം. വാക്കുകൾ നിർത്തട്ടെ. ഒരിക്കൽ സൂസൻ വെസ്ലി എന്ന് പറയുന്ന ഒരു ദൈവദാസിയും ആ സഹോദരിക്ക് 18 മക്കളുണ്ടായിരുന്നു. സൂസന്ന വെസ്ലി. അന്നത്തെ കാലമാണ്. 8 മക്കൾ, 7 മക്കൾ മരണപ്പെട്ടു. ബാക്കി 11 മക്കളുണ്ട്. ഈ മക്കളുമായിട്ട് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമായിരുന്നു. ഓരോ കുഞ്ഞുങ്ങൾക്കും ദിവസം 1 മണിക്കൂർ വെച്ച് അവർക്കറിയാവുന്ന പോലെ വചനം പഠിപ്പിക്കുമായിരുന്നു. കേട്ടോ അമ്മമാരെ, കേട്ടോണേ, പിതാക്കന്മാരും കേട്ടോണേ. ആഴ്ചയിൽ ഈ 11 കുഞ്ഞുങ്ങൾക്ക് 11 മണിക്കൂർ വചനം പഠിപ്പിക്കുമായിരുന്നു. കേട്ടോ, വചനം പഠിപ്പിക്കുമായിരുന്നു. അമ്മമാരൊക്കെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ ഇച്ചിരി ശുശ്രൂഷയൊക്കെ കാണിച്ചപ്പം അമ്മ ഇങ്ങോട്ട് വന്ന് ആരും പറഞ്ഞ് വിളിച്ച് പുറത്തോട്ട് കൊണ്ടുപോയി നല്ല 2 കിഴുക്ക് കൊടുത്തിട്ട് സന്തോഷത്തോടെ ഇവിടെ കൊണ്ടിരുത്തി. ആ കുഞ്ഞും അറിഞ്ഞു, ആ അമ്മയും അറിഞ്ഞു. എനിക്ക് പിന്നെ എല്ലായിടവും കണ്ണുണ്ടല്ലോ, ഞാനും കണ്ടു, ബാക്കി ആരും കണ്ടില്ല. അങ്ങനെയൊക്കെ ഒരു ചെറിയ കിഴുക്കൊക്കെ വല്ലപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ അമ്മമാർ, ഈ അമ്മ സൂസന്ന വെസ്ലി എന്ന് പറയുന്ന ഈ അമ്മ ആഴ്ചയിൽ 11 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു.
ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമായിരുന്നു മക്കളെ. 11 മണിക്കൂർ പഠിപ്പിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കും. ആഴ്ചയിൽ 11 മക്കൾക്കും 11 മണിക്കൂർ വേർതിരിച്ചു. അങ്ങനെ ഇരിക്കെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചു. അതിൽ ഒരാളെ ദൈവം ആ കാലഘട്ടത്തിൻ്റെ ശക്തനായ യോദ്ധാവാക്കി മാറ്റി. അമേരിക്കയും യൂറോപ്പിനെ ഇളക്കി മറിച്ചൊരു സുവിശേഷകനായി അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ പേരെന്തെന്നറിയാമോ? ജോൺ വെസ്ലി. ആഴ്ചയിൽ 1 മണിക്കൂർ വെച്ച് ആ കുഞ്ഞിനെ വചനം പഠിപ്പിച്ചു. 11 മക്കളെയും വചനം പഠിപ്പിച്ചു. അതിൽ ഒരെണ്ണത്തിനെ ദൈവം ഇനി കയ്യിലെടുത്തു. ഭൂഖണ്ഡങ്ങളെ ചലിപ്പിച്ചവനായി അവൻ മാറി. ഒരിക്കൽ ഒരു ദേശത്ത്, യൂറോപ്പിലൊരു ഗ്രാമത്തിൽ ഒരു സഞ്ചാരി ചെന്നു. അദ്ദേഹം അവിടെയൊക്കെ സഞ്ചരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കള്ള് കിട്ടുന്ന ഷോപ്പ് കിട്ടുമോ? കള്ള് ഷോപ്പുണ്ടോ? മദ്യം കിട്ടുന്ന കടയുണ്ടോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഈ ടൂറിസ്റ്റ് അവിടുത്തെ ഒരു ലോക്കലായ ആളിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ലോക്കലായ ആൾ പറഞ്ഞു, ഇവിടെ കള്ള് ഷോപ്പൊന്നുമില്ല, ഇത് ജോൺ വെസ്ലി വന്ന് പ്രസംഗിച്ച സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ജോൺ വെസ്ലി മരിച്ചിട്ട് 100 വർഷമായില്ലേ? യെസ്, 100 വർഷമായി. പക്ഷെ അന്ന് പ്രസംഗിച്ചത് ഇന്നും ഈ ഗ്രാമത്തിൽ ഒരു തരംഗം പോലെ കിടക്കുക. പ്രാർത്ഥിച്ച അമ്മയുടെ മനസ്സും സമയവും വെറുതെ ആയിപ്പോയോ? ദൈവസന്നിധിയിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കരഞ്ഞത് വെറുതെ ആയിപ്പോയോ? ചില അമ്മമാരെ നോക്കി ദൈവാത്മാ പറയുന്നു, നിന്റെ സങ്കടങ്ങളും വേദനകളും ദൈവം കാണുന്നുണ്ട്. മനുഷ്യർക്ക് പലപ്പോഴും മനസ്സിലാകത്തില്ല. പക്ഷെ സർവശക്തനായവൻ നിങ്ങൾക്ക് വേണ്ടി നിന്റെ തലമുറയെ നിന്നോട് ചേർത്ത് നിർത്തി നീ വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ള ആത്മമണ്ഡലത്തിലേക്ക് നിന്റെ തലമുറയെ കൊണ്ടെത്തിക്കുമെന്ന് ഇന്ന് പകൽ നീ വിശ്വസിക്കണം. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണം. ഭൂഖണ്ഡങ്ങളെ ചലിപ്പിച്ച ഒരു ഭക്തനായി ഈ സൂസന്ന വെസ്ലിയുടെ മകൻ മാറിയതുപോലെ 100 വർഷം കഴിഞ്ഞിട്ടും ആ ഇമ്പാക്റ്റ് ആ യൂറോപ്പിൽ നിലനിന്നത് പോലെ ആമേൻ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു കുഞ്ഞായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. ദൈവം നമുക്ക് തന്ന തലമുറകൾ മാറട്ടെ. ബിജു ബ്രദറെ, മിനി സിസ്റ്ററെ, ദൈവം നിങ്ങൾക്ക് തന്ന കുഞ്ഞും അങ്ങനെ തന്നെ ആകട്ടെ. വെട്ടിപ്പിടിക്കാൻ നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ട്. നമുക്ക് ദൈവം ആരോഗ്യ ആയുസ് തന്നാൽ എല്ലാം ഇനി പോരും. അപ്പോൾ തന്നെ ദൈവത്തെ കൂടെ ആ കുഞ്ഞിന് കൊടുക്കാൻ, ദൈവത്തെ കൂടെ കൊടുക്കാനായിട്ട്, പ്രാർത്ഥന കൊടുക്കാൻ, ആരാധന കൊടുക്കാൻ, കൂട്ടായ്മ കൊടുക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങണം. അങ്ങനെ പ്രാർത്ഥിച്ച ഒറ്റ അമ്മമാരും തോറ്റുപോയിട്ടില്ല. ഇവിടെ നമ്മുടെ സോമനിമാമ ഇരിപ്പുണ്ട്. ഞാൻ സന്ദർഭവശാൽ അങ്ങ് പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഓർത്തൊക്കെ പറയാം. അമ്മമ്മ ഗൾഫിലായിരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഡാനിയും അങ്കിതയാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ്. അങ്കിത എനിക്ക് 2ലോ 3ലോ പഠിക്കുന്നു. ഡാനി അതിനെക്കാട്ടും കൊച്ചു കുഞ്ഞാണ്. അപ്പം ശനിയാഴ്ച വെളുപ്പിനെ, ഞായറാഴ്ച ഇവിടെ 9:30 ആകുമ്പോൾ അവിടെ 1.5 മണിക്കൂർ പുറകാണല്ലോ. എനിക്കന്ന് നമുക്ക് 2006 ആ കാറുണ്ട്. ഏതാ? മാരുതി 800 ബസ്സുണ്ട്, കാറുണ്ട്. അപ്പോൾ എന്നോട് വിളിച്ച് പറയും, സോനിമ വിളിച്ചു, പാസ്റ്ററെ മക്കളെ കൂടെ ആരാധനയ്ക്ക് കൊണ്ടുപോകണേ. ഞങ്ങൾ രാവിലെ, ഞാൻ ഒരുങ്ങിയിട്ട് രാവിലെ അന്ന് വണ്ടി എടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ ചെല്ലും. അപ്പോഴത്തേനും പലപ്പോഴും ഇവർ ഒരുങ്ങത്തില്ല. അപ്പോൾ അവിടെ താമസിക്കുന്നവർ ഇവിടെ സഭായോഗം താമസിക്കും. എന്നാലും ഞാൻ ക്ഷമയോടെ നിൽക്കും. അമ്മാമ്മ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തി അവരെ എല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടെല്ലാം റെഡിയാക്കിച്ചിട്ട് അവരെ ഒരുക്കി നിർത്തും. ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരുങ്ങി നിൽക്കും, ചിലപ്പോൾ ഞാൻ 5 മിനിറ്റ് കിടക്കേണ്ടി വരും. അങ്ങനെ വർഷങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഞാനിവിടെ കൊണ്ടുവന്നു, 2 കുഞ്ഞുങ്ങളെയും. ഇന്ന് ദൈവം അവരെ ദൈവത്തിൻ്റെ സഭയ്ക്ക് പ്രയോജനമാക്കി തീർത്തില്ലേ? എന്നാ അങ്ങനെ സാരമില്ല, അവിടെയുള്ള അമ്മ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നോക്കിക്കോട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അവർ സമുദായത്തിൽ പോയേനെ. പക്ഷേ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി, എനിക്കറിയാം സമയം മുന്നോട്ട് പോയി. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ സമർപ്പിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, കുഴപ്പമില്ല. പ്രാർത്ഥിക്കുന്ന അമ്മമാർ മറന്നു പോകരുത്, പിതാക്കന്മാർ മറന്നു പോകരുത്. യേശു പല മാതാപിതാക്കളെയും കണ്ട് മുഷിയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ കൃപ ഈ വചനങ്ങളിലൂടെ നമ്മുടെ മേലിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ ഈ പ്രിയപ്പെട്ടവരെ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് പ്രിയ ബിജു ബ്രദറിനോടും പ്രിയ മിനി സിസ്റ്ററോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവം നിങ്ങൾക്ക് തന്ന ഈ തലമുറ ദൈവത്തിൻ്റെ അതിശക്തമായ ദൈവിക ദാനത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ വിശ്വസിക്കണം.
വിവാഹം കഴിഞ്ഞ് ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും തലമുറകൾ ലഭിക്കാതെ പിന്നത്തേതിൽ ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് മാറ്റി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ സഭയിലും അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് അവർക്ക് ആത്മീയ മക്കളെ ഒത്തിരി ആത്മീയ മക്കളെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ദൈവം നൽകിയ ഈ നന്മ നിമിത്തം നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾ രണ്ടും മുന്നോട്ട് വന്നാട്ടെ. നിങ്ങൾ രണ്ടുപേരും, ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കുന്നു, ബിജു ബ്രദറിനെ പ്രത്യേകം ഞാൻ ചോദിക്കുന്നു, കർത്താവ് കരങ്ങളിൽ തന്നിരിക്കുന്ന ഈ പൈതലിനെ ദൈവം കനിഞ്ഞ് എനിക്ക് നൽകിയ ഒരു ദാനമാണ് എന്ന് ബിജു ബ്രദർ വിശ്വസിക്കുന്നു. ഈ കുഞ്ഞിനെ ക്രിസ്തീയ പത്യ ഉപദേശത്തിലും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായും വളർത്തുവാൻ ഒരു പിതാവ് എന്ന നിലയിൽ ബിജു ബ്രദർ തീരുമാനിക്കുന്നു. കർത്താവ് പ്രിയ സഹോദരൻ്റെ തീരുമാനത്തെ മാനിക്കട്ടെ. ഞാൻ പ്രിയ മിനിസിസ്റ്ററോട് ചോദിക്കുന്നു, മിനിസിസ്റ്ററുടെ കാര്യത്തിലിരിക്കുന്ന ഈ കുഞ്ഞ്, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞ് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, ദൈവം ദാനമായി നൽകിയതാണ് എന്ന് പ്രിയ സിസ്റ്റർ വിശ്വസിക്കുന്നു. ദൈവം നൽകുന്ന ഈ കുഞ്ഞിനെ, ദൈവം നൽകിയിരിക്കുന്ന ഈ കുഞ്ഞിനെ ക്രിസ്തീയ പത്യോപദേശത്തിലും ദൈവത്തിൻ്റെ കൃപയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും ഈ കുഞ്ഞിനെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി വളർത്തുവാൻ പരിപൂർണമായിട്ടും വിശ്വസ്തയോടും ത്യാഗനിർഭരമായ മനോഭാവത്തോടും കൂടെ അതിനുവേണ്ടി പരിശ്രമിക്കുമെന്ന് ഇന്ന് പകൽ ദൈവം ഒരു തീരുമാനം എടുക്കുന്നോ? കർത്താവ് നിങ്ങളുടെ തീരുമാനത്തെ അനുഗ്രഹിച്ചേക്കാം. പഠിക്കാം. ഇന്നയോളം എന്നെ നടത്തി ദൈവസഭ എഴുന്നേറ്റ് നിന്നാട്ട്. ഇന്നയോളം എന്നെ നടത്തി, മുന്നോട്ട് ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെൻ മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോ സങ്കീർത്തനത്തിൽ നിന്നൊരു വേദഭാഗം പ്രിയ റോയിച്ചൻ വായിക്കും. 128 സങ്കീർത്തനം വായിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവാ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവാ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം, 5, 6, 7 വാക്യം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഈ തിരുവചനത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവം ദാനമായി നൽകിയ കുഞ്ഞിനെ വളർത്തുവാൻ, കർത്താവ് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തെ വളർത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ഗൗരവമുള്ള ചുമതലയാണ് ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്നത്. പ്രാർത്ഥനയോട് മാത്രമേ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ മാതൃകയുള്ളൊരു ജീവിതം നയിച്ച് ദൈവത്തിന് വേണ്ടി ഈ കുഞ്ഞിനെ വളർത്തി ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുമ്പോഴും ദൈവത്തെ കൂടെ നൽകി ആത്മീയമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ജോൺ ബ്രെസ്ലിയെ പോലെ ഇല്ല, ഒരു അനുഗ്രഹിക്കപ്പെട്ട ശക്തന്മാരായ ശുശ്രൂഷകന്മാരെ പോലെ ആമേൻ കർത്താവിൻ്റെ വേലയുടെ ഒരു ഭാഗമായി ഈ കുഞ്ഞ് വരുവാൻ പ്രാർത്ഥിക്കുകയും ആ കുഞ്ഞിനെ സമർപ്പിക്കുകയും ചെയ്യണം. ആദ്യമായി കുഞ്ഞിനെ സമർപ്പിക്കുന്നതിന് മുമ്പായി ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ദൈവം പാകെ
എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല മാതൃകയുള്ള മാതാപിതാക്കളായി ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ആയിരിക്കേണ്ടതിന് ദൈവം നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ നേരെ നീട്ടിക്കുക. പരിശുദ്ധ പിതാവേ, ബിജുബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മകനെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. താങ്ക് യു ജീസസ്. ഒരു ഉത്തമ പിതാവായിരിക്കാനുള്ള എല്ലാ ദൈവകൃപകളും ദൈവം അവിടുത്തെ മകൻ്റെ മേൽ പകരണമേ. നിന്റെ സാന്നിധ്യവും കൃപയും അവിടുത്തെ മകൻ്റെ മേൽ ഇരിക്കണമേ. പരിശുദ്ധാത്മാവ് അവിടുത്തെ മകനോട് മനസ്സലിയണമേ. ദൈവമേ, ദൈവം ഈ സമയം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വം അവിടുത്തെ മകൻ്റെ മേൽ ദൈവം പകരണമേ. എല്ലായ്പ്പോഴും ദൈവകൃപയോട് പറ്റിയിരിപ്പാൻ സഹായിക്കണമേ. ഈ കുഞ്ഞിനൊരു മാതൃകയുള്ള പിതാവായിരിക്കാൻ ദൈവം അവിടുത്തെ മകനെ സഹായിക്കണമേ. ഇവിടുത്തെ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച കാലഘട്ടങ്ങൾ ദൈവത്തിൻ്റെ കരുണ കൃപ അവിടുത്തെ മക്കളുടെ മേലിരുന്നു. ദൈവം എത്രത്തോളം നടത്തി അവിടുത്തെ മകളെ ബലപ്പെടുത്തി ആരോഗ്യത്തോടെ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. ആ സമയത്തെല്ലാം വേണ്ടുന്ന എല്ലാ ആരോഗ്യങ്ങളും ബലവും ശക്തിയും സൗഖ്യവും ദൈവം അവിടുത്തെ മകൾക്ക് നൽകി. ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ ഒരു മാതൃകയുള്ള ഒരു അമ്മയായിരിക്കാൻ, കരയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരിക്കാൻ ദൈവം സഹായിക്കണമേ. ഒരു പൗലോസിനെ ഉപയോഗിച്ച പോലെ ഈ കുഞ്ഞിനെ ഉപയോഗിക്കുവാൻ ദൈവം ഉപയോഗിപ്പാൻ ദൈവം ഭാഗ്യ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായി അവൾ മാറട്ടെ. ഒരു ജോൺ വെസ്ലിയെ പോലെ, ഒരു റെയ്നർഡ് ബോങ്കെ പോലെ, ഒരു ബില്ലി ഗ്രഹാമിനെ പോലെ ഈ കാലഘട്ടങ്ങൾ ദൈവം ഉപയോഗിച്ച ഓരോ ഭക്തന്മാരെ പോലെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കുഞ്ഞായി അവൻ മാറാൻ വേണ്ടി ദൈവം ഭാഗം നിലവിളിക്കുന്ന ഒരു മാതാവായി ഈ മാതാവ് മാറട്ടെ. ഈ കുഞ്ഞിനെ ആത്മീയ പദ്യോപദേശത്തിൽ വളർത്താൻ, ഈ കുഞ്ഞിനെ ആത്മീയ അനുഭവത്തെ വളർത്തുവാൻ ഈ മകളെയും ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവരുടെ പുറകിൽ വന്ന് നിന്നാട്ടെ. ജീസസ്. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ നന്ദിയാ. മക്കളെ ഭോവതരുന്ന അനുഗ്രഹവും ഉദരഫലവും അവൻ്റെ പ്രതിഫലവും ദൈവമേ, ഒരു കുഞ്ഞിനെ കൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകി. ദൈവം അവരുടെ ജീവിതത്തിൽ ആ മാതാപിതാക്കൾക്ക് നല്ലവനായിരുന്നു. ഒത്തിരി തകർച്ചകളും സങ്കടങ്ങളും കണ്ടവരാണ് അവർ. അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ഏകാന്തതയിലൂടെയും സങ്കടത്തിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നുപോയവരാണ്. പിന്നത്തേതിൽ അവരുടെ ജീവിതത്തെ ഇലകൾ കൊഴിഞ്ഞ ഒരു വൃക്ഷത്തിന് പിന്നത്തേത് ഇലകൾ തിരിച്ചു നൽകുമ്പോൾ ആ വൃക്ഷം സന്തോഷിക്കുന്ന പോലെ ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ പ്രിയപ്പെട്ടവർക്ക് ഒരു വസന്തകാലം കൂടെ ദൈവം നൽകി. അവരുടെ ജീവിതത്തെ ദൈവം തളിരുകളുള്ള ജീവിതമാക്കി മാറ്റി. അവരുടെ ജീവനും ഭക്തിക്കും ദൈവം എല്ലാം നൽകി. അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി. വിശേഷാൽ അവർക്ക് നൽകിയ ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ കരത്തിൽ ഈ കുഞ്ഞിനെ സമർപ്പിക്കുന്നു. ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കുഞ്ഞൊരു സാധാരണ കുഞ്ഞല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വൈകി എത്തിയ ഈ നന്മ ഒരു
വ്യത്യസ്തനായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ കുഞ്ഞൊരു വ്യത്യസ്തനാകട്ടെ. അവൻ ഡിഫറൻ്റ് ആകട്ടെ. അവൻ്റെ പ്രാർത്ഥനയിലും അവൻ്റെ ആത്മീയതയിലും ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹത്തിലും മറ്റുള്ളവർ ആ വ്യത്യാസം കാണട്ടെ. ഒത്തിരി പേരെ യേശുവിലേക്ക് കൊണ്ടുവരാൻ ഒരു ചൂണ്ടുപലകയാക്കി നീ ഇവനെ ഉപയോഗിക്കണമേ. അനേകർ ഇവൻ നിമിത്തം യേശുവിനെ കാണട്ടെ. അവൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും യേശുവിൻ്റെ കൃപയുണ്ടാകണമേ. ശമൂവേൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ, ശമൂവേൽ ബാലനെ ദൈവം ആത്മാ നിറവിൽ വളർത്തിയതുപോലെ, യേശുവിനെ അങ്ങയുടെ കരുണയിൽ കൃപയിൽ പിതാവെ അങ്ങ് വളർത്തിയതുപോലെ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവത്തിൻ്റെ തേജസ്സും ആ കുഞ്ഞിൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിനെ കുറിച്ച് ഞങ്ങൾ വായിക്കുന്നു. ഈ കുഞ്ഞ് ഓരോ അവൻ്റെ പ്രായത്തിൻ്റെ ഘട്ടങ്ങളിലും അവൻ വ്യത്യസ്തനാകട്ടെ. പ്രിയ ബിജു ബ്രദറിനും പ്രിയ മിനി സിസ്റ്റർക്കും അവൻ കർത്താവ് അവരുടെ മറ്റു മക്കൾക്കും ഈ കുഞ്ഞ് ഒരു അനുഗ്രഹമായിരിക്കട്ടെ. അവരുടെ കുടുംബത്തിൽ അവൻ്റെ ഒരു ഐശ്വര്യമായിരിക്കട്ടെ. ഒരു വിളക്ക് പോലെ ആ വീട്ടിൽ അവൻ ശോഭിക്കട്ടെ. അവരുടെ ജീവിതത്തിലെല്ലാം ഇപ്പോഴും വെളിച്ചം കൊണ്ടുവരുന്നൊരു കുഞ്ഞായി അവൻ മാറട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ദീർഘായുസ് ഈ കുഞ്ഞിന് കൊടുക്കണമേ. ആരോഗ്യം നീ അവന് നൽകണമേ. അങ്ങയുടെ ദീർഘായുസ് നൽകി കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണമേ. രോഗങ്ങളോ ബാലചാബല്യങ്ങളോ ബാലാരിഷ്ടതകളോ കുഞ്ഞിനെ അലട്ടല്ലേ. ദൈവം അവൻ്റെ കൂടെ ഇരിക്കണമേ. അവൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം പതിയട്ടെ. യേശുവിന് വേണ്ടി അവൻ നിൽക്കട്ടെ. കർത്താവെ, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നൊരു കുഞ്ഞായി അവൻ വളരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഈ കുഞ്ഞിനെ ഞങ്ങൾ സമർപ്പിച്ച് 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 പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചു. കരങ്ങളെ അടിച്ച് അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഈ കുഞ്ഞു വളർന്നു വന്ന് നല്ല ആരോഗ്യത്തോടും ബലത്തോടും കൂടെ വളർന്നു വന്ന് ദൈവത്തിനും ആ കുടുംബത്തിനും ദൈവസഭയ്ക്കും അവനായിരിക്കുന്ന സമൂഹത്തിനും ഒരു വ്യത്യസ്തനായി തീരുവാൻ ഈ കുഞ്ഞിനെ ദൈവം സഹായിക്കണമേ. അതിനായിട്ട് ഒരിക്കൽ കൂടെ ദൈവസഭ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ സമർപ്പണത്തെ ഏറ്റതിനായി സ്തോത്രം. കർത്താവ് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ കുഞ്ഞിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അഡോൺ സജിൻ എന്ന് നാമകരണം ചെയ്ത് ക്രിസ്തീയ പദ്യോപദേശത്തിൽ വളർത്തുവാൻ അവൻ്റെ മാതാപിതാക്കളെ ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അഡോൺ സജിൻ എന്ന് ഈ കുഞ്ഞിന് നാമകരണം ചെയ്ത് ക്രിസ്തീയ പദ്യോപദേശത്തിൽ അവനെ വളർത്തുവാൻ അവൻ്റെ മാതാപിതാക്കളെ ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അഡോൺ സജിൻ എന്ന് ഈ കുഞ്ഞിന് നാമകരണം ചെയ്ത് ക്രിസ്തീയ പദ്യോപദേശത്തിൽ വളർത്തുവാൻ അവൻ്റെ മാതാപിതാക്കളെ ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു. കരങ്ങളെ അടിച്ച് ഇന്നയോളം എന്നെ നടത്തി ഇന്ന്